നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എണ്ണ ഇതര മേഖലയിൽ നേട്ടം കൊയ്യാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ മുന്നിൽ നിൽക്കുന്നത് സൗദി അറേബ്യ തന്നെ. അങ്ങനെ സൗദി അറേബ്യ അടിമുടി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ഇതൊക്കെ സംഭവിക്കുമോ എന്ന് സംശയിച്ചിരുന്നു പലതും ഇപ്പോൾ അരങ്ങേറുകയാണ്. സിനിമാ പ്രദർശനം തിരിച്ചു വന്നു. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സൗദിയിൽ ക്രിസ്മസ് ആഘോഷവും തുടങ്ങിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് ആഘോഷം സൗദിയിൽ ആലോചിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ ആഘോഷിക്കുന്നവർ പരസ്യമായി ഒന്നും ചെയ്യാറുമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിനുള്ള വസ്തുക്കളെല്ലാം കടകളിൽ വിൽപ്പന തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇതാ പുതിയ വാർത്തകളാണ് സൗദിയിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് 3 വർഷം മുമ്പ് വരെ സൗദിയിൽ പരസ്യമായ ക്രിസ്മസ് ആഘോഷം അസാധ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം മാറി. സൗദിയിലെ കടകളിലും മോളുകളിലും ക്രിസ്മസ് ട്രീ ഉൾപ്പെടെ വിൽപ്പന നടക്കുന്നുണ്ട്. പ്രവാസികൾ ക്രിസ്മസ് ആഘോഷത്തിനുള്ള വസ്തുക്കൾ രഹസ്യമായി വാങ്ങുകയാണ് ചെയ്തിരുന്നത്. ഫിലിപ്പീൻസ്, ലെബനാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലെത്തി ജോലി ചെയ്തിരുന്ന ക്രൈസ്തവർ മുമ്പ് പരസ്യമായി ക്രിസ്മസ് ആഘോഷിച്ചിരുന്നില്ല. സൗദിയുടെ കിരീടാവകാശിയായി മുഹമ്മദ് ബിൻ സൽമാൻ അധികാരം ഏറ്റെടുത്തതോടെ നടപടികൾ സുതാര്യമായി തുടങ്ങി. പല നിയന്ത്രണങ്ങളും സൗദി എടുത്തുമാറ്റി. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിനുള്ള വസ്തുക്കളെല്ലാം കടകളിൽ കിട്ടും. കേക്കും വിവിധ നിറത്തിലുള്ള ലൈറ്റുകളും വിൽപ്പന നടത്തുന്ന സൗദിയിലെ സ്റ്റോറുകളുടെ ചിത്രങ്ങൾ യൂറോപ്പിലുള്ളവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. കൂടാതെ ക്രിസ്മസ് ആഘോഷത്തിനുള്ള അലങ്കാര വസ്തുക്കൾ സൗദി അറേബ്യയിൽ നേരത്തെ ചില കടകളിൽ രഹസ്യമായിട്ടാണ് വിറ്റിരുന്നത്. ആഘോഷം പ്രവാസികൾ മാത്രമുള്ള സ്ഥലങ്ങളിലുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പല മോളുകളിലും കേക്കും ക്രിസ്മസ് ട്രീയും എല്ലാം വിൽക്കുന്നുണ്ടെന്ന് ലബ്നാനിൽ നിന്നുള്ള അലൈൻ കരം അറബ് ന്യൂസിനോട് പറഞ്ഞു. അതേസമയം സൗദി ഭരണകൂടത്തിന്റെ നടപടി ഇപ്പോൾ ഭയപ്പെടുന്നില്ലെന്നും എന്നാൽ ചില പ്രദേശവാസികൾ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ആശങ്കയെന്നും പ്രവാസികളെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് പത്രമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. സൗദിയിലെ പ്രധാന മാധ്യമമായ അറബ് ന്യൂസ് ഇത്തവണ ക്രിസ്മസ് എഡിഷൻ പ്രത്യേകം പ്രസിദ്ധീകരിച്ചതും വേറിട്ട അനുഭവമായി. 2016 കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വിഷൻ 2030 എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി വലിയ പരിഷ്കാരങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ വിഭാഗത്തിനും പ്രാതിനിധ്യമുള്ള സമൂഹമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മാത്രമല്ല സൗദിയുടെ സാമ്പത്തിക രംഗം അടിമുടി മാറ്റാനും ബിൻ സൽമാൻ പദ്ധതിയിടുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിഷ്കാരങ്ങൾക്കാണ് ബിൻ സൽമാൻ ആദ്യം നടപ്പാക്കിയത്. ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചത് ഇതിന്റെ മുന്നോടിയായിട്ടാണ്. മാത്രമല്ല സ്ത്രീകൾക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാനും നടപടിയുണ്ടായി. സിനിമാശാലകൾ വീണ്ടും തുറന്നു. സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇതെല്ലാം. അതോടൊപ്പം തന്നെ വിനോദ ആവശ്യങ്ങൾക്കായി സൗദിയിലുള്ളവർ അയൽ രാജ്യങ്ങളിലേക്ക് പോകുകയായിരുന്നു പതിവ്. സൗദിയിൽ തന്നെ ആഘോഷങ്ങൾക്ക് അവസരമൊരുക്കിയാൽ ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്ന പണം തടഞ്ഞു നിർത്താമെന്നും ഭരണകൂടം കരുതി. മാത്രമല്ല കൂടുതൽ കായിക വിനോദങ്ങൾ സൗദിയിൽ സംഘടിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട്. ഖത്തറിന് പിന്നാലെ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകാൻ സൗദി ശ്രമം നടത്തുമെന്നും വാർത്തകളുണ്ടായിരുന്നു.